വില്ലത്തിയല്ലേ ഇത്? വില്ലത്തിയല്ലേ? ഫേക്ക് മറ്റേ വില്ലം ചന്ദ്ര ഈ അടുത്തേക്ക് വേണം ഞാൻ ചെയ്തു തരാം. ഇതെന്താ നോക്കണ കണ്ടിയത് വില്ലം ബ്രോടാ നോക്കണ. ഈ വാ തുറക്കുമ്പോ കറക്റ്റ് വില്ലം ബ്രോ. വാ തുറക്കുമ്പോ നോക്കോ. നോക്ക് വില്ലത്തി. എങ്ങനെ സാധിക്കും? ഗംഗയോട് പോണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇതില് പക്ക വലയം. ഈ വായുടെ സിംഗ് ആണോ നോക്കണേ? ഇത് കണ്ണി പോയടാ എന്നാ ഗംഗ പോയടാ. തലക്കരി തുപ്പും ചാക്കോച്ചി ചീറിപ്പായും മോനെ നീ എന്നെ ഉണ്ടാക്കണമെന്നും പറഞ്ഞ ഇറങ്ങുക അടുത്ത കളി തൊട്ട്. ഇനി എനിക്കൊന്നും നോക്കാനില്ല സണ്ണി. ഞാനങ്ങ് ഇറങ്ങുവാ രണ്ടും കൽപ്പിച്ച്. മുണ്ടും മുടക്കി കുത്തി ഞാൻ എല്ലാ പന്ന കടാടി മക്കള സീനറിയോ? എന്റെ പേര് ഞാനങ്ങ് മാറ്റുവാ. സുരേന്നും പറഞ്ഞങ്ങ് ഇറങ്ങുവാ അടുത്ത കളി തൊട്ട്. ഇനി എനിക്കൊന്നും നോക്കാനില്ല സണ്ണി. ഞാനങ്ങ് ഇറങ്ങുവാ രണ്ടും കൽപ്പിച്ച്. ഇനി എന്നാ പിടിച്ച സരക്കണ്ണ കോമഡി ഉത്സവത്തിൽ നിന്ന് വിളിച്ചിരുന്നു. സരക്കണ്ണ കോമഡി ഉത്സവത്തിൽ നിന്ന് വിളിച്ചിരുന്നു പോവാൻ വേണ്ടിട്ട്. അണ്ണൻ ഇതിനു വേണ്ടി സുരേഷ് ഗോപിയുടെ സൗണ്ട് എടുക്കാൻ വേണ്ടിട്ട്. എടാ ശരിക്കും വിളിച്ച് അളിയ മാത്രമല്ല ഇത്തവണ തൃശ്ശൂരില് കള്ളം പറഞ്ഞുകൂടാ. അളിയ വിളിച്ചില്ല പക്ഷെ അണ്ണ കള്ളം പറഞ്ഞോളൂ ഞാൻ ഓർമ്മിച്ചു തരാ. പക്ഷെ കണ്ണാപ്പി നമ്മളല്ല ഇപ്പം സരക്ക് ഇപ്പൊ വീസിൽ വന്നു കഴിഞ്ഞാൽ സരക്കെ അണ്ണാ കോവിഡ് എടുത്തത് വിളിച്ചല്ലോ. അപ്പൊ നോമ്പിന്റെ പേരിൽ അടിഞ്ഞല്ലടാ. നോമ്പിന്റെ പേരിൽ ഞാൻ എന്തൊക്കെ പറയുക സത്യസന്ധനായിരിക്കും. നോമ്പ് അത്രയ്ക്ക് പക്ഷേ ഇത്തവണ കൽക്കരി തുപ്പും ചാക്കോച്ചി ചീറിപ്പായും അവൻ ഇവിടെ ഉണ്ടടാ എന്നെ തീർക്കാനായിട്ട്. കണ്ടി നീ എന്റെ കൂടെ ഉണ്ടല്ലോടാ. നിന്നെ വിശ്വസിക്കാൻ പക്ക അല്ലേ? കൊച്ചിങ് എനിക്കങ്ങ് തരണം. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. കൊച്ചിങ് എനിക്ക് തരണം. നിങ്ങൾ സംസാരിക്കുമ്പോ സരകണ്ണൻ താടിയെടുത്ത സുരേഷ് ഗോപിയുടെ കട്ടില്ലേ അത്? ഇല്ലല്ലോ. നീ അത് എനിക്കറിയണം. ഞാൻ സരകണ്ണൻ വരുമ്പോ പറയാം. കണ്ണാപ്പി ഇങ്ങനെ പറഞ്ഞ് ചോദിച്ചു നോക്കാം. നല്ല റേറ്റ് വരത്തില്ല ഈ ഡ്രോണിനൊക്കെ. എടാ കാര്യം മനസ്സിലായോ? ഇവിടെ കട്ടിങ് ഇല്ല. അവിടെ 2 ഏണി അപ്പുറം ഇപ്പുറം വെച്ചിട്ട് 1-2 രൂപ വെച്ച് വാങ്ങുന്നു പറഞ്ഞാ ക്രോസ് ചെയ്യാൻ. ഇത് എവിടെ ഇത് സ്ഥലം? എടാ ഈ ഇത് കണ്ടോ കളിയാ? ഇത് കണ്ടോക്കെ നിങ്ങളുടെ ബോളല്ലേ എടാ ചന്ദ്ര കളിക്കണ PUBG PC. എടാ കളിക്കുന്ന PUBG PC സംസാരം നോക്ക്. നിങ്ങളുടെ ബോളല്ലേ സാരി? അതെ സ്വന്തം മോളാണ്. ഒറ്റ മോളാണ്. മനസ്സിലായ? അവിടെ കളിക്കാൻ സരക്കാണ ഈസക്കുട്ടി +1 പഠിക്കുമ്പോഴത്തേക്ക് സ്കൂളിലെ പ്രിൻസിപ്പള്. ഞാൻ പാരന്റ്സ് PTA മീറ്റിങ്ങിന് പോയ ഞാൻ. ഇതൊക്കെയാണ് അതിനകത്ത് RP അതിന്റെ അതിരുന്ന് കളിക്കണത് ഇപ്പൊ. ഇത് എന്തിനറിയോ? 4 ഭാഷ. ഞാൻ ഹിന്ദി, ഈഗിൾ ബ്രോ ഇംഗ്ലീഷ്,
സരക്കണ്ണൻ തമിഴ്, വില്ലത്തി മറ്റേ തെലുങ്ക്, അല്ല കന്നഡ. വില്യം ബ്രോ കന്നഡ അറിയാലോ, അറിയാം. അതുകൊണ്ട് ഹേമണ്ടി ചപ്പണ്ടി ரொம்ப தூரத்துல இருக்காண்டா அவரை விட்டுடு. അവ വേലന്ന് ഗംഗ ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് പറ്റില്ല. അവനിവിടെ ഉണ്ടടാ എന്നെ തീർക്കാനായിട്ട്. സണ്ണി കൂടെ സണ്ണി, നീ എന്റെ കൂടെ ഉണ്ടല്ലോടാ, നിന്നെ വിശ്വസിക്കാണ് സണ്ണി. സണ്ണി അടിയടാ പന്നി, അവൻ എന്നെ പന്നി. അതൊരു ഡയലോഗ്. ഇത് ഞാൻ കണ്ടു സീനായത്. നിങ്ങൾ എവിടെയാണ് എരുമിയെ കണ്ടത്? കുതിരട്ട പപ്പു. അമ്മമ്മയുടെ വീട് വിഷയം ചാലഞ്ചായിരുന്നു. ഇത് ആടിന്റെ ആയിരുന്നില്ലേ? ഇത് ആട് ഷാജി പവനും പിള്ളേരും. ബഗ്ഗ താഴത്തെ പ്ലേ ഇട്ടതല്ലേ ലാലേട്ടൻ, അതും ബഗ്ഗ. അത് വർക്കാ ചിലപ്പോ. ഇത് ബഗ് ആയാലും പ്ലേ ചെയ്തിട്ടേ വിടൂ. അപ്പൊ തന്നെ ഞാൻ ചന്ദ്രനെ വരച്ചിട്ട് വരാം. ചന്ദ്രനെ വരെയാടാ, ചന്ദ്രനെ വരച്ചൊരു ഫോട്ടോ ഡിസ്കോഡ് ചെയ്തു. നിന്നെ ഞാൻ വിളിക്കാം, അപ്പൊ കയറിയാ നീ. ഞാനും വരാം. എന്തൊരു ക്യൂട്ടല്ലേ. എല്ലാരും പറഞ്ഞ ലാലേട്ടൻ പണ്ടത്തെ ലാലേട്ടനെയാണ് ഏറ്റവും കൂടുതൽ കാണാൻ രസം. മമ്മൂക്കയെ തിരിച്ച് ഇപ്പൊ മമ്മൂക്ക വിഷയമായി വരുന്നു. അന്ന് വേറെ ലുക്ക്, ഇപ്പൊ ലാലേട്ടൻ വേറെ എന്തൊരു വിഷയം സത്യം. ഇപ്പൊ ലുക്കാണോ ഇവന്റെ ലാലേട്ടൻ എനിക്ക് ഇഷ്ടമാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പം ലാലേട്ടന് പണ്ടത്തെ ലാലേട്ടനാണ് ഇപ്പോഴത്തെ ലാലേട്ടനാണ് ലുക്കിൽ ഇഷ്ടം എന്ന് വെച്ചാൽ പണ്ടത്തത്. മമ്മൂക്കയെ പണ്ടത്തെ മമ്മൂക്കയാണ് ഇപ്പോഴത്തെ മമ്മൂക്കയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മമ്മൂക്ക. മനസ്സിലായ? രണ്ടിലും ഇപ്പോഴത്തെ മോഹൻലാലിന് ഇഷ്ടം. കണ്ടതാ. ചെറിയ കൊച്ചു കൃഷ്ണനാണ്. ഒരു ദിവസം ഇങ്ങനെ ഒരു ഗോപികയുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കട്ട് തിന്നാണ്. അപ്പൊ ഗോപിക പിടിച്ചു, കള്ള കൃഷ്ണൻ, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാണ് വെണ്ണ ഉണ്ടാക്കുന്നത്, നീ അങ്ങനെ ചുരുക്കിലെടുത്തോണ്ട് വെണ്ണ വേണമെങ്കിൽ അതിന് പണി ചെയ്യണം, പരിശ്രമിക്കണം. ഇപ്പൊ കൊച്ചു കൃഷ്ണനാണ്. കൃഷ്ണൻ പറയാ, ഗോപിക അമ്മ എന്ത് പറയൂ ഞാൻ അത് ചെയ്തോളാട്ടോ. അപ്പൊ നീ പണി ചെയ്യണം. എന്താ ചെയ്യേണ്ടെന്നറിയോ? ഇതാ അവിടെ ചാണകം കൊണ്ട് ഉണ്ടാക്കിയ വരളിയില്ലേ, അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ശരി അമ്മ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? കൃഷ്ണൻ, കുഞ്ഞു കൃഷ്ണനാണ്, കുട്ടി കൃഷ്ണൻ, കഷ്ടപ്പെട്ട് കൊട്ടയില് വാരിയെടുത്തു, അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് വേർത്തൊലിക്കും ചന്നിട്ടും കൊണ്ടുപോവാണ്. ഗോപിക അമ്മ ഇങ്ങനെ മാറി നിന്നോണ്ട് നോക്കാണ്. ഒക്കെ കഴിഞ്ഞു വന്നിട്ട് വന്നു, ഞാൻ പണിയൊക്കെ തരൂ, വെണ്ണ തരൂ. ആ മുഖം നമുക്ക് ഭാവന ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പൊ പറഞ്ഞു, അങ്ങനെയൊന്നും തരാൻ പറ്റില്ല കേട്ടോ, ഇത് മാത്രം ചെയ്തൊന്നും പോരാ, നീ എനിക്ക് വേണ്ടി ഓടക്കുഴൽ വായിക്കണം. ശരി, ഞാൻ അത് ചെയ്യാലോ. കൃഷ്ണൻ ആ ഓടക്കുഴൽ നാദം മുഴക്കിയപ്പോഴത്തേക്കും ഗോപിക സമാധിയിലായി എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആലോചിച്ച് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണൻ സർവ്വ ലോകത്തിന്റെ മുഴുവൻ നാഥനാണല്ലോ അല്ലെ. പക്ഷെ ആ നാഥൻ ഒരു സാധാരണ ഒരു സ്ത്രീയുടെ ചൊൽപ്പടി കേട്ടുകൊണ്ട് എന്തൊക്കെയാ ചെയ്യുന്നല്ലേ, എന്താ അല്ലേ പറയുന്നത്. ആ ഒരു ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്. അതല്ല ബാബു, എനിക്ക് തോന്നിയ കാര്യം പറയട്ടാ, 2 types of teachers ആണ്. അതായത് നമ്മുടെ ചില ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് ചിലര് ജോലിയായിട്ട് കണ്ട് ഇവര് പറയുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ആ ഒരു വിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ചിലരൊക്കെ കൃഷ്ണൻ വന്നു, കൃഷ്ണൻ ചെയ്യാമെങ്കിൽ നിനക്കെന്താ ചെയ്താലേ, മറ്റേ കട്ടിയുള്ള വാക്കുകളൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ എന്നിരിക്കുന്ന രീതിയിൽ നമ്മളിരിക്കും. പക്ഷെ ഇവരുണ്ടാവും, നമുക്ക് ആ വിഷൻ ഇങ്ങനെ മനസ്സിൽ വരിക, സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കുക. അങ്ങനത്തെ ടീച്ചേഴ്സിനെയാണ് അടിപൊളിയാണ്. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്.
പ്ലസ് അങ്ങനെ ഒരു ടീച്ചർ അല്ല പ്ലസ് ടുവില് നല്ല രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഇംഗ്ലീഷ് ടീച്ചറിനെ കരയിച്ച് ഇവന്മാർ എന്ന് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടോ അന്ന് നശിച്ചതാണ് നമ്മളെ ജീവിതം. അറിയ പ്ലസ് ടു ഫോട്ടോ എടുക്കാൻ ഇപ്പോഴും ഉണ്ട് സ്കൂളിലെ പ്ലസ് ടു മറ്റേ ബുക്ക് ഉണ്ടല്ലോ, എല്ലാ ലാസ്റ്റ് ഇറങ്ങുന്ന ബുക്ക് ഉണ്ടല്ലോ, എല്ലാ ക്ലാസിന്റെ കൂടെയും 7 8 ടീച്ചർമാര്, നമ്മുടെ ക്ലാസിന്റെ കൂടെ മാത്രം 2 ടീച്ചർമാര് ഫോട്ടോ എടുക്കാൻ. മാത്സ് സാറ് പഠിപ്പിക്കാൻ വന്നിട്ടില്ല, അവസാനത്തെ 2 ആഴ്ച മാത്സ് സാറ് പഠിപ്പിക്കാൻ വന്നിട്ടില്ല. ഞാൻ മാന്യനാണ്, ബാക്കിയുള്ളവന്മാർ അത്ര നിങ്ങൾ ഇനി കാനഡയ്ക്ക് വരുമ്പോ നിങ്ങള് ഇനി വരവെല്ലാം കുറവായിരിക്കും, അത് പറയായിരിക്കും. എന്നാലും നിങ്ങൾ ഇനി നാട്ടിൽ പോയിട്ടൊക്കെ വരുമ്പോ നിങ്ങൾ ഈ അച്ചപ്പൊക്കെ വെള്ളപ്പ അമ്മായിയുടെ അവില് നനച്ചത് ഇതൊന്നും കൊണ്ടുപോകാതെ കുറച്ച് മെഡിസിൻസ് കൊണ്ടുവരാൻ നോക്കണം. ബിക്കോസ് ഇറ്റ്സ് എ മെഡിക്കൽ മൈർ ഹിയർ. സത്യമായിട്ട് നമ്മുടെ നാട്ടിലെ അത്യാവശ്യ നിലയിൽ ഇവിടുത്തെ എമർജൻസി എന്ന് പറഞ്ഞാൽ സെയിം ഒന്നുമല്ല, സെയിം ബട്ട് ഡിഫറെന്റ്. ഇവിടെ എന്തെങ്കിലും എമർജൻസി കയറണമെങ്കിൽ ഏലിയൻ കടിക്കണം, ചപ്പിയാലും മതിയായിരിക്കും, ഉൽക്ക തലയിൽ വീഴണം, സൂര്യാഘാതം വേക്കണം ഡിസംബറില്. സൂര്യാഘാതം ഡിസംബറിൽ പനി 2 ആഴ്ചയായിട്ട് പനിയായിരുന്നു. പനി ചെറിയ പനിയൊക്കെയാണെങ്കിൽ നമ്മൾ ആ പിടിച്ച് കളയത്തല്ലേ ഉള്ളൂ. ഇത് വലിയത് സാധാരണ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് അത് കിട്ടുമ്പോഴത്തേക്കും പനി മാറണ്ട, ഇതും മാറിയില്ല. ഞാൻ അവിടെ പോയിട്ട് 8 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അവരെനിക്ക് ഇത് കഴിച്ചാൽ മതി മാറി. തൈറോയിഡിന്റെ ഗുളി കൊടുത്തുന്നടാ, ഇല്ലെങ്കിൽ വന്നാ മതി. എന്റെ അപ്പുറത്തിരിക്കുന്നവരുടെ വൈകിട്ട് മറ്റേ കരിയുന്നു, ചാടുന്നു, മുരളുന്നു. അവനും കൊടുത്തു തൈലോയിൽ. വേറെ എന്തിനും ആക്സിഡന്റ് ഒക്കെ വന്നിട്ട് അവന്റെ ഷോൾഡർ ഒക്കെ പോയി കിടന്നു, അവൻ ഇടയ്ക്കിടയ്ക്ക് കയറ്റി ഒക്കെ ഇടുന്നുണ്ടായിരുന്നു, അവനും കൊടുത്തു. അതെ പറഞ്ഞു, നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ മറ്റേ പ്രഷർ കുക്കർ ക്രിസ്മസിന് സ്റ്റാർ തൂക്കിയിടുന്ന പോലെ പ്രഷർ കുക്കറൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആയ സ്ഥലം വെക്കാൻ നിർത്തിച്ചിട്ട് മറ്റേ പനി, ജലദോഷം, കാപ്പും മറ്റേ അപ്പവും മരിച്ചിട്ട് നാട്ടിൽ പോകാത്തവൻ പല്ലുവേദന കാരണം നാട്ടിൽ പോകാനുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ സിറ്റുവേഷനെ എക്സ്പ്ലെയിൻ ചെയ്തത്, അവിടെ നടക്കുന്ന സീന്. ഒരുത്തന്റെ വയറ്റിലെ കുതിര എന്തോ ചാടും, അവനും കൊടുത്തത് ഇത്. ഓ ടൈലനോൾ, പാരസെറ്റമോളിന്റെ വേറൊരു പതിപ്പ്. ടൈലിനോ അവൻ തന്നെനിക്ക് എല്ലാ അസുഖത്തിനും ജർമ്മനി പെയിൻ മെഡിസിൻ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ കുറച്ച് പേർക്കൊക്കെ വിളിച്ചിട്ടുണ്ട്, നിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പാരന്റ്സിനൊക്കെ ഓക്കെയാന്ന് പറഞ്ഞേ. അപ്പൊ നീ മക്കൾക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് അവരവരെ അഭിപ്രായമൊക്കെ ചോദിച്ച് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ. ഹലോ, എന്ത് ആണോ ഇഷ്ടായില്ല? ആ ഓക്കെ. ഹലോ ആണോ? ഹലോ പെൺകുട്ടികൾക്കൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നു. അവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഉണ്ട്, കാണിച്ചെന്നാ. എന്താ സംഭവം? ശരി എന്നതാ മറ്റേ ഇതിൽ ഇതൊക്കെ ചെയ്യും, മറ്റേ ബ്രാൻഡ് കൊളാപ്സ്, അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള പെയ്ഡ് പ്രൊമോഷൻസ് അതൊക്കെയാണോ? അത് അമ്മയാണ്, അമ്മയാണത്, അവന്റെ അമ്മയാണത്. ആ അമ്മയാണ്. ഇവന് ഞാൻ കുറെ 1-2 വീഡിയോസ് കുറെ വീഡിയോസ് ഉണ്ട് ഇതുപോലെ, ലൈക്ക് ഇങ്ങനത്തെ കുറെ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ഇങ്ങനെ കുറെ റീച്ചായി നല്ല വ്യൂസ് ഉള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്, നല്ല റീച്ചായ വീഡിയോസ് ഒക്കെ ഉണ്ട്. ചന്ദ്ര സിറ്റിക്കാറേ അല്ലയ അവിടെ ടൈലനോൾ കഴിച്ചിട്ട് അതിന്റെ സൈഡ് എഫക്ട്സ് വരുമല്ലോ, അപ്പൊ അത് മാറാൻ വേണ്ടി 4 നേരം ടൈലനോൾ കൊടുക്കുമെന്ന്. അതേത് രാജ്യം? അത് മാറാൻ അത് തന്നെ കൊടുക്കും, 4 നേരം അത് കഴിക്കാൻ കൊടുക്കുന്നു. എന്തൊരവസ്ഥ അറിയാ. സിറ്റി കയറാം, ബാക്കി നാളെ കാണാം. സിറ്റി കയറാം, ലേറ്റ് ആയില്ലേ, നമുക്ക് സിറ്റി കയറാം.
എനിക്ക് ആരും നമ്പർ ഇല്ല ചന്ദ്ര ഇതും കൂടെ കണ്ടിട്ട് കയറുന്നാ എന്തായാലും അതുകൂടി കണ്ടേറാടാ ബാബു. ഇപ്പൊ ലാസ്റ്റ് വന്ന വീഡിയോ കണ്ടില്ല ഇനി അത് മോശമാണ്. ഇതിന്റെ ഡിസ്കൗണ്ട് എന്തോ കുഴപ്പമുണ്ടോ? എന്റെ ഡിസ്കോഡ് നെറ്റ് ആണോ? അത് ബാബു നീ ഇതൊരു 3-4 വർഷം കാണുന്ന ഡിസ്കൗണ്ട് റോൾസ് ആണ്. അത് വീണ്ടും വീണ്ടും വരാത്തത് പെട്ടെന്ന്. അല്ല നീ പ്ലേ അനാവശ്യമായിട്ടുള്ള വീഡിയോ ഒക്കെ പ്ലേ ആവുന്നുണ്ടല്ലോ. അതൊന്നും കാണണ്ട കാണാനിരിക്കണത്. എന്താ പ്ലേ ആവാ? ഇത് പ്ലേ ആയോ? ഫുള്ള് കാണിക്കാൻ താല്പര്യമില്ല ഡിസ്കോഡിന്. കാണണ്ട. അല്ലടാ എന്റെ നെറ്റിന്റെ സീനാണ്. അതാ കണ്ട ഇത് ലോഡാവണം. ഇതൊക്കെ കണ്ടിട്ട് പോവല്ലേ? കണ്ടിട്ട് പോണോ അല്ലേ നിനക്ക്? എനിക്കല്ല ചാറ്റിലുള്ളവരിങ്ങനെ പറയുന്നത്. ബാക്കി 5-6 തവണ 10 തവണ ഞെക്കി. ഞാൻ പറഞ്ഞ അത്രയും കണ്ടാ മതി. നിന്റെ അടുത്തൊക്കെ ഞാൻ 1000 വട്ടം ഞാൻ നിന്നോടൊക്കെ പറഞ്ഞു. തലേ കൈ വെച്ച് പറഞ്ഞു മതി മതിന്ന്. കേട്ടോ? ഒരു കാര്യമില്ല. ഞാൻ അപ്പളേ പറഞ്ഞതാ. ഒന്ന് സഹകരിക്കാവോ? പിന്നെന്താ? നമ്മുടെ കമ്പനിയുടെ കുറച്ച് പുതിയ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താൻ വന്നതാണ്. ഈ തറവാട്ടി സ്ത്രീ സാന്നിധ്യം ഇങ്ങനെ വെയിലത്ത് നടക്കുന്നൊക്കെ ബുദ്ധിമുട്ടല്ലേ? പിന്നെ സാറ് ചെലവിന് തരുമോ? വേണമെങ്കിൽ തരാം. ഒന്നാമത്തവനെ രണ്ടാമത്തവൻ എന്റെ പൊന്നുമോളെ നീവന്റെ എന്തോ കണ്ടോണ്ട്. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റിന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി. നാട്ടുകാര് പറയും പിഴച്ചു. ജസ്റ്റ് പരിചയപ്പെട്ടോണ്ടാണല്ലോ ഈ കെട്ടും കിടക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. വേണ്ട ഫാത്തിമ, തർക്കിക്കണ്ട. ആരതിയായിട്ടുള്ള ആദ്യ രാത്രി ഞാൻ സങ്കല്പിച്ചു. ഞാൻ പോയി നിലവിളക്ക് എടുത്തു. പിന്നെ ഞാൻ കൂടെ അവിടെ ഈത്തപ്പഴത്തിന്റെ കുരുകളാൻ നിൽക്കുന്നു. എല്ലാരും ക്രിയേറ്റിവിറ്റിയാണ് ഇൻസ്റ്റാഗ്രാമില്. അത് കണ്ട വാണങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ബാബുന്നില്ല നിനക്ക് അങ്ങനെ തോന്നിയല്ലോ? പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞില്ല. നിങ്ങളെങ്ങനെ സെറ്റായി അത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ ബാബുന്? ഒരു സീനാണ് അത്. ഫുള്ള് കാണാൻ അത് ഫുള്ള് കണ്ട അത്രേ ഉള്ളൂ. ഇതൊരു ജിന്നാണ് ബഹൻ. തിരുവനന്തപുരത്തെ ഇളക്കി മറിച്ച് ജിന്ന്. ഇതെന്തുവാ? എടാ വാസി ചന്ദ്രു എടാ തിരുവനന്തപുരത്ത് അണ്ണൻ നമ്മ തലപതി വന്നിട്ടുണ്ട്. എടാ ഷൂട്ടിങ്ങിന് മറ്റേ ഗോട്ട് സിനിമയുടെ. ഏത് ആടുജീവിതം അല്ല. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ആടുജീവിതം കാണാൻ പോണില്ലേ? എടാ അതിന്റെ ഇടയിൽ ഡ്രോൺ കൊണ്ട് അവനൊക്കെ കിടില ഷോട്ട് എടുത്തടാ. അവന്റെയൊക്കെ ഭാഗ്യം അവന്റെ ഡ്രോൺ ലൈഫ് സെറ്റായി. അത് ക്യാമറ ഷൂട്ടിങ്ങിന് വന്നത് ക്യാരവാന്റെ വണ്ടല്ലേ? എടാ ആടുജീവിതം 28 റിലീസ്. ആടുജീവിതം ഈ മാസം ഉണ്ട്. കാര്യമുള്ള സെറ്റാണോ? ഓക്കെ ആ സാധനം കണ്ടാ നീ നമ്മളുടെ ഇത് നിന്റെ അല്ലേ? എല്ലാ തുണ്ടുകളും എടുക്കാനുള്ള അവസരം എന്റെ ഒരു സാധനം ഉണ്ടല്ലോ. ഞാൻ കണ്ട് ഇനി അതേപോലെ കമന്റ് ലൈക്ക് ഇട്ടിട്ട് വേണം അവരെയൊക്കെ വീട്ടിലുള്ള ആൾക്കാരെ നമ്മളെടുത്തിട്ട് പോയിരിക്കാൻ. എടാ പിടിച്ചടാ സംരംഭകൻ മോയെ കൊണ്ടുപോയടാ 2 ഏണി വിത്ത് 2 ഏണി. എടാ ആദ്യം രണ്ടാ ഒരു ലൈവ് ഏണി കേസ് കാണുന്നത്. എടാ നമ്മൾ കുറച്ച് മുന്നേ പൈസ, അതായത്
എടാ ഇവിടെ ഒന്നും കട്ടിങ് ഇല്ല, അതായത് ഇവിടെ നിന്ന് കട്ടിങ് ഇല്ല. അപ്പൊ റോഡിൽ ഒരു ഏണി വെച്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇറക്കിപ്പിക്കും, മനസ്സിലായില്ലേ? ഏണി വെച്ചിട്ട് താഴെ ആ ഏണി അപ്പൊ വണ്ടി ബസ് ഇവിടെ നിർത്തി കൊടുക്കും കറക്റ്റ് ആയിട്ട്. അപ്പൊ അവരെ തൂക്കിയതാണ് ഇപ്പൊ ഇത് ഏണിയായിരുന്നോ ബാബു? ഞാൻ കൂട്ടിനെത്തിക്കണേന്ന്. ഈ ഏണി അല്ലെ ലൈവായിട്ട് ഏണി കേസ് ഉണ്ടല്ലേ? സത്യം സത്യം. അത് സർക്കാർ ഒരു ഐഡിയ ആണ്. ഒരു ഏണി ഇവിടെ, ഒരു ഏണി അപ്പുറത്ത്. ഇവിടെ നിന്ന് പാസ് ചെയ്യണതിന് 5 രൂപ, ഇപ്പുറത്തോട്ട് പാസ് ചെയ്യണതിന്. ഓ മൈ ഗാഡ്, ബിസിനസ്മാൻ. ബിസിനസ് മാഗ്നറ്റ്. പക്ഷെ ഓടാ അറിഞ്ഞൂടാ, ആശാന്റെ സമയത്തിന് ഇറങ്ങി ഓടാ അറിഞ്ഞൂടാ. വന്ന പോലീസുകാരെ റോഡ് ചന്ദ്രൻ നിന്റെ പെരേരല്ലേ? എന്റെ പേര് കറക്ക് ബാബു. ബാബുവിനുള്ളതാണ്. ലൈവ് കാണാതിരുന്നു കൊണ്ട് അവർക്ക് അവർ പഠിക്കുന്നതെല്ലാം ഓർമ്മ വെച്ച് കറക്റ്റ് സമയത്തിന് എക്സാമിന് ഒന്നേ കോപ്പി അടിക്കാൻ നല്ലൊരു അവസരമോ ഇല്ലെങ്കിൽ പഠിച്ചതും കേട്ടതുമായ കാര്യങ്ങൾ നല്ല രീതിയിൽ ഓർമ്മ വരികയോ ചെയ്യണം. എവിടെയൊക്കെ വെച്ചതെന്നുള്ള ഓർമ്മ ശക്തി എല്ലാവർക്കും കൊടുക്കണമേ. നല്ല കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തത്. എന്റെ കൂട്ടുകാരെല്ലാം തൊണ്ടും കൊണ്ടുവരും, പക്ഷെ അവന് എവിടെ ഏതൊക്കെ സാധനം ബുക്കോടെ കൊണ്ടുവരും, പക്ഷെ എവിടെയൊക്കെ ഇരിക്കണം എന്നറിയാൻ അളിയന് ഓർമ്മ ഉണ്ടാവില്ല.